ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അകലത്തിൽ കീഴാറ്റൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് അതിലൊരു ഹൗസ് പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ട് ഒരു 35 സെൻറ്റ് സ്ഥലം ആ കാണുന്നതാണ് സ്ഥലം കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങൾ കാണിക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നൊരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങൾ വീട് സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ മേലെ കാണാൻ നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇനി ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്ക് ഈ റോഡ് പറഞ്ഞ് വരുന്ന തളിപ്പറമ്പിൽ നിന്ന് വരുന്ന റോഡാണ്. തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അങ്ങോട്ടുള്ള കീഴാറ്റൂർ എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേയിലോട്ടൊക്കെ എത്താവുന്നതാണ്. 7 മൈൽ എന്ന സ്ഥലത്തോട്ടാണ് എത്തുക. അപ്പോൾ അങ്ങോട്ട് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരമുള്ള. പിന്നെ അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ അത് ആ കാണുന്നതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. പിന്നെ മൊത്തം 35 സെൻറ്റ് സ്ഥലമാണുള്ളത്. നമ്മളെ സ്ഥലം തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ പെട്ടിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയി നോക്കാം. ഈ ഒരു വഴിക്കാണ് നമുക്ക് പോകേണ്ടത്. ഇതാണ് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ട വഴി ഇതാ ഇതിലാണ്. അപ്പോൾ ഇനി പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് അവിടുത്തെ ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേ നമുക്ക് ഈ വഴിക്കാണ് നമ്മളെ പ്ലോട്ടിനകത്തോട്ട് പോകേണ്ടത്. ഏത് വാഹനങ്ങൾ വേണമെങ്കിലും പോകാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വലിയ വണ്ടി അടക്കം പോണ റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ അടുത്ത് ചുറ്റുപാടും ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട്. നമ്മളീ ഒരു പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിലോട്ടാണെങ്കിലും മൊത്തത്തിൽ അടുത്ത് ഒരുപാട് ആൾക്കാർ താമസിക്കുന്ന നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മളീ ഒരു പ്ലോട്ടിൽ നിന്ന് കണ്ണൂരൊക്കെ പോകണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 22 കിലോമീറ്റർ ദൂരമുള്ളൂ. പിന്നെ ഇതാക്കണം നമ്മളെ ഈ പ്ലോട്ടിൽ നിന്ന് ഇതാക്കണം ഇവിടുന്ന് ഒരു 100 മീറ്റർ നോക്കിയാൽ കാണുന്ന ദൂരത്തിലാണ് നമുക്ക് NH66 ആ കാണുന്ന വീടിൻ്റെ തൊട്ടപ്പുറത്താണ് നമുക്ക് NH66 കേട്ടോ. അപ്പോൾ ഇതാക്കണേ ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് നമ്മളെ പ്ലോട്ട് ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. മൊത്തം 35 സെൻറ്റ് സ്ഥലമാണ്. ഇനിയിപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 വീടൊക്കെ ഒന്നിച്ച് വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് എല്ലാവർക്കും ഒന്നിച്ച് അങ്ങനെ വെക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന നല്ലൊരു പ്ലോട്ട് തന്നെയാണ് കേട്ടോ. ഒന്ന് നോക്കിയേ ഇതാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. ഒറ്റ ലെവലിലായി കിടക്കുന്ന സ്ഥലമാണ്. ഒറ്റ പീസായിട്ട് 35 സെൻറ്റ് സ്ഥലം ഒറ്റ പീസാണ് ഇതാക്കണം. അതിൻ്റെ അതിൽ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇങ്ങനെ ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം. അടുത്ത ഈ ഒരു സൈഡിലോട്ട് ഈ സൈഡിൽ മതിലെല്ലാം കെട്ടിയിട്ടുള്ളതാണ്. പിന്നെ പറഞ്ഞാൽ അങ്ങോട്ടൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട്. പിന്നെ ഇതാക്കണേ ഇനിയിപ്പോൾ ബാക്ക് സൈഡിലോട്ടാണെങ്കിൽ അങ്ങോട്ടൊക്കെ കണ്ടില്ലെങ്കിൽ അവിടേക്ക് ആണെങ്കിലും ഇഷ്ടംപോലെ വീടുകളുണ്ട്. അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ ആണെങ്കിലും വേണമെങ്കിൽ പ്ലോട്ടുകളായിട്ടൊക്കെ മുറിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഈ ഭാഗത്ത് വീട് വയ്ക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് വീട് വയ്ക്കാം. ഇപ്പോൾ എല്ലാ ഒരു ഭാഗത്തോട്ടൊക്കെ ആണെങ്കിലൊക്കെ അങ്ങനെ പ്ലോട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് മുറിച്ചിട്ട് വീടെല്ലാം വെക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. നോക്കിയാൽ ഇപ്പം നമ്മളെ പ്ലോട്ടിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള മൊത്തത്തിലുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ആ ബാക്ക് സൈഡിലോട്ടും കൂടി അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം. പോരെ ഇനിയിപ്പോൾ നമ്മളൊരു വീടൊക്കെ വെച്ച് താമസിക്കാന്നൊക്കെ ഉണ്ടെങ്കിലേ എന്തെങ്കിലും പച്ചക്കറി സംഭവങ്ങൾ കപ്പ ചേന ചേമ്പ് അല്ലെങ്കിൽ തെങ്ങോ കവുങ്ങോ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ നടണം എന്നൊക്കെ ഉണ്ടെങ്കിലും നല്ല മണ്ണുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് അതിര് ഈ ഒരു തിട്ട് കാണാനാണ് ഇവിടെ അതിര് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അതിരെന്ന് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ടാണ് സ്ഥലം വരുന്നത്. ലെവലായി കിടക്കുന്ന അലുവ കഷ്ണന്മാർക്ക് ഒറ്റ പീസായിട്ട് ലെവലായി കിടക്കുന്ന സ്ഥലമാണ്. എന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ടൊക്കെ വേറെ ആൾക്കാരുടെ സ്ഥലമാണ്. അവിടെയൊക്കെ വേറെ വീട് വരാനുള്ളതാണ്. അവിടെ വീടുകളുണ്ട്. അപ്പുറത്ത് അങ്ങോട്ടൊക്കെ ആ സൈഡിലും വീടുണ്ട്. മൊത്തത്തിൽ ഇഷ്ടംപോലെ വീടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആ ഒരു സൈഡിലോട്ട് പോയിട്ട് ആ ഒരു സൈഡും ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു സൈലൻ്റായ ഏരിയ തന്നെയാണ് കേട്ടോ. ഇങ്ങനെ വാഹനങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടോ ആൾക്കാരെ കൊണ്ടുള്ള ശല്യം അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാത്ത നല്ലൊരു ഏരിയ തന്നെയാണ്. തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ പെട്ടിട്ടുള്ള സ്ഥലവും കൂടിയാണ് കേട്ടോ. നമ്മൾ നോക്കിയാൽ നിങ്ങൾ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ അവിടെയും അതിരെല്ലാം ഫുള്ള് മതിലെല്ലാം കെട്ടിയിട്ടുള്ളതാണ്. കാണിച്ചു തരാം. അങ്ങോട്ട് ഈ സൈഡിൽ മതിലെല്ലാം കെട്ടിയിട്ടുള്ളതാണ്. അതിനോട് ചേർന്ന് നമുക്കിവിടെ വീടെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഇവിടുന്ന് മൊത്തത്തിലുള്ള വ്യൂ എന്ന് പറയുന്നത്. കണ്ടില്ലേ വാഹനങ്ങളൊക്കെ ഏത് വേണമെങ്കിലും നമ്മളെ പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യം ഉണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് എടുത്തിടാൻ പറ്റിയ നല്ലൊരു കിടിലം പ്ലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങൾ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്ന സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിൽ പെട്ട സ്ഥലമാണ്. തളിപ്പറമ്പ് ടൗണിൽ നിന്ന് വെറും 3 കിലോമീറ്റർ മാത്രം അകലത്തിൽ കീഴാറ്റൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയാൻ ഓണറുടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്ലോട്ട് വേണമെന്നുണ്ടെങ്കിൽ 10 സെൻറ്റോ 20 സെൻറ്റോ മൊത്തമായിട്ടോ അങ്ങനെ ആയിട്ട് പ്ലോട്ടുകളായിട്ട് മുറിച്ച് കൊടുക്കാൻ ഇതിൻ്റെ ഓണർ റെഡിയാണ് കേട്ടോ. താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിയോ റിലേഷൻ ആരെങ്കിലും ഇതേപോലെ ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഇതിലേക്ക് വിൽക്കാനുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി കിട്ടിലും പ്ലോട്ടിൻ്റെ വിശേഷിച്ചിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.